ദുരിതം വിതച്ച് മഴ. ഇടപ്പള്ളി ദേശീയപാതയിൽ വീണ്ടും വെള്ളം കയറി. മാലിന്യങ്ങളാണ് ഇതെല്ലാം. അതെ, അവിടെ വന്നടിഞ്ഞ വേസ്റ്റുകൾ നമ്മൾ മാറ്റിയിട്ടാണ്. പിന്നെ ഇതിപ്പോ 1 മണിക്കൂർ കൊണ്ട് കിട്ടിയ വേസ്റ്റ് ആണ് ഈ ഓടേന്ന്. 1 മണിക്കൂർ കൊണ്ട് ഓടേന്ന് കിട്ടിയ വേസ്റ്റ് ആണ് അതെല്ലാം. ഞാൻ ഇവിടുത്തെ കച്ചവടക്കാരനാണ്. ഇതൊക്കെയാണ് മെയിൻ പ്രധാനം. ഇവിടെ വെള്ളം പോകാനായിട്ട് ആകെ ഈ ഒറ്റൊരു മാൻ ഹോളേ ഉള്ളൂ വലുതായിട്ട്. അപ്പൊ ഇതിലെല്ലായിടത്തും വന്ന് വേസ്റ്റ് അടിയുന്നുണ്ട്. നമ്മളപ്പം ഇറങ്ങിയിടുന്ന് മാറ്റണ വേസ്റ്റ് ആണത്. വെള്ളം അത്യാവശ്യം ഇപ്പൊ കുറയുന്നുണ്ട്. പിന്നെ ഇതിപ്പോ ഇന്നലെ തുടങ്ങിയാണ് എല്ലായിടത്തുള്ള വേസ്റ്റ് ഒഴുകി ഇങ്ങോട്ടാ പിന്നെ വെള്ളത്തിൽ കൂടി. അപ്പൊ നമ്മൾ ഇറങ്ങി എന്നിട്ട് അതിൽ നിന്ന് വേസ്റ്റുകളെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കും. അത് സൂചിപ്പിച്ചിട്ടുണ്ടായി ഇവിടുത്തെ കച്ചവടക്കാര്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല പിന്നീട് എന്തായാലും. ഇടപ്പള്ളി ടോൾഗേറ്റ് ഭാഗത്ത് ദേശീയപാതയുടെ കുറുകെ സ്ഥാപിച്ചിട്ടുള്ള കാണ പുനർപരിശോധിക്കുകയും ദേശീയപാതയുടെ ഇരുവശങ്ങളിലായി വലിയ രീതിയിൽ കാണ ഇടപ്പള്ളി തോട്ടിലേക്ക് ബന്ധിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെയും കച്ചവടക്കാരുടെയും ആവശ്യം. നിലവിലുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുള്ള കാണ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും ടോൾ ഭാഗത്ത് റോഡിലെ വെള്ളം ഒഴുകിപ്പോകുന്ന ദ്വാരങ്ങളിലെല്ലാം മാലിന്യങ്ങൾ വന്നടയുന്നത് വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്നാണ് നാട്ടുകാരും കച്ചവടക്കാരും പറയുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് കട ഉടമകൾ പറഞ്ഞു. അശാസ്ത്രീയമായി നിർമ്മിച്ചിട്ടുള്ള കാണകൾ പുനർപരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു.